എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ഹിനട്ട അവള് പറയും നെജിയുടെ ലൊക്കേഷൻ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഞാൻ രക്ഷിച്ചേനെ. കട്ട് ചെയ്താ ഇവിടെ ഷിനോ അവന്റെ ചക്ര പവർ അത് ഓൾമോസ്റ്റ് ഇപ്പൊ തീർന്നിരിക്കുകയാണ്. അവൻ തളർന്ന് വിയർത്ത് അങ്ങനെ താഴെയിരിക്കും. ഹിനട്ട പറയും, ഷിനോ ഇനിയെങ്കിലും നീ ഇത് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ജീവൻ കൂടെ നമുക്ക് നഷ്ടാവും. നിന്റെ ഇൻസെക്റ്റുകൾ പോലും ഇപ്പൊ നിന്റെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ല. അതിന് ഷിനോ പറയും, എന്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ കോമ്പനൻസിന്റെ ജീവൻ അത് ഉറപ്പായിട്ടും ഞാൻ തിരികെ പിടിക്കും. മറ്റൊരു ഭാഗത്ത് ഈനോയും അവളും വിട്ടുകൊടുക്കാതെ അവളുടെ ചക്ര പവർ അതങ്ങനെ പാസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കും. കുട്ടപ്പനാണെങ്കിൽ ഒരു നെഞ്ച ഉപയോഗിച്ച് ഷിക്കാഗോ ആയിട്ട് കണക്ട് ആവും. കുട്ടപ്പൻ ഷിക്കാഗോവിനോട് പറയും, ഷിക്കമരു അവരിപ്പോ എവിടെയാണ്? ഷിക്കമരു, നെജി, ചോച്ചി, കിബ ഇവരെ 4 പേരെയും എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കണേ? സത്യം പറ, എന്താ ഉണ്ടായേ? അപ്പോഴായിരിക്കും ഷിക്കാഗോ പറയാ അവര് 4 പേരും ഇപ്പൊ നമ്മളുടെ കൂടെ ഇല്ല. കുട്ടപ്പൻ അത് കേട്ട് ഷോക്കാവും. ഷിക്കാഗോ പറയും, അവരുടെ 4 പേരുടെ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ 4 ആത്മാക്കളെയും ഏതോ ഒരു ഹൈഡൌട്ടില് അങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് കുട്ടപ്പൻ പറയും, ഒരു കുഴപ്പമില്ല, ആ ഹൈഡൌട്ടിന്റെ ലൊക്കേഷൻ അത് മാത്രം എനിക്ക് പറഞ്ഞതാ, ഞാൻ ആ ജിപ്സു തകർത്ത് അവരെ 4 പേരെയും തിരികെ കൊണ്ടുവരാം. അത് ഷിക്കാഗോ പറയും, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആത്മാക്കളെ വെച്ച് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നമുക്കാവില്ല. അവരുടെ കൂടെ തന്നെ ബോഡി അതുണ്ടെങ്കിൽ മാത്രമേ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയൂ. ഷിക്കാഗോ കുട്ടപ്പനോട് പറയും, നീ ഇപ്പോ അവരെ 4 പേരെ ഓർത്ത് തല പുണ്ണാക്കണ്ട. നീ ഇപ്പൊ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ വൈറ്റ് സെറ്റ്സു അവനെ കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ്. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ എന്താ പറയണേ? അവര് 4 പേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഷിക്കമരു അവൻ നിങ്ങളുടെ മോനല്ലേ? അതിന് ഷിക്കാഗോ പറയും, വെറും 4 പേർക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയവും ജീവനും നമുക്ക് നിസാരമായിട്ട് മാറ്റിവെക്കാൻ കഴിയില്ല കുട്ടപ്പ. ഈനോച്ചിയും ഇപ്പൊ ഷിക്കാഗോയെ സപ്പോർട്ട് ചെയ്ത് കുട്ടപ്പനോട് സംസാരിക്കും. അതിനുശേഷം അവരാ ലൈൻ കട്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരു അവനിപ്പോ ആ ബാരിയറിന്റെ അടുത്തേക്ക് അങ്ങനെ നടന്നു വരും. ഷിക്കമരുവിന്റെ തൊട്ടു പുറകിലായിട്ട് ഇപ്പൊ കിബ അവൻ ഫാങ്കോട് ഫാങ് ജിപ്സ് ഉപയോഗിച്ച് ആ ബാരിയർ തകർക്കാൻ അങ്ങനെ കറങ്ങി കറങ്ങി വരും. അത് കണ്ട വില്ലന്മാര് ഒരുപാട് കത്തികള് കിബയ്ക്ക് നേരെ വലിച്ചെറിയും. ഷിനോ ആണെങ്കില് അവിടേക്ക് ചാടി വീണ് ആ കത്തികൾ മുഴുവൻ അവന്റെ പവർ വെച്ച് അങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ തെറിപ്പിച്ചു കളയും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കിട്ടമാരു അവൻ അമ്പെടുത്ത് ചോച്ചിയെ ലക്ഷ്യമാക്കി അമ്പെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. ചോച്ചി കറങ്ങി വന്ന് അവനിട്ട് ഒറ്റ അടി. ആ ഒരു അമ്പ് അത് തെറിച്ചു പോയി ടയോയുടെ ഫ്ലൂട്ട് അത് മുഴുവനായിട്ടും തകർക്കും. കിട്ടമൊരു വിടാതെ വീണ്ടും വീണ്ടും അമ്പെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ചോച്ചി അവനിട്ട് ഒറ്റ ഇടി കൊടുത്ത് മുൻപോട്ട് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ ടയൂയ അവളെ കൊണ്ട് കഴിയും പോലെ ഓരോ അറ്റാക്ക് നമ്മുടെ ആൾക്കാർക്ക് നേരെ അറഞ്ചം പൊറഞ്ചം അയച്ചു കൊണ്ടേയിരിക്കും. ചോച്ചി ഓടി ഓടി ഇപ്പൊ ആ ഡോറിനടുത്തേക്ക് വരും. എന്നിട്ട് ആ ഡോറില് ആഞ്ഞിട്ടിക്കും. അപ്പോഴേക്ക് ഒരുപാട് കത്തികള് ആ ഡോറിൽ നിന്ന് ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. അത് കണ്ട ഷിക്കമരു ഇപ്പൊ ചോച്ചിയെ ആളുടെ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് അവിടേക്ക് പിടിച്ചു വലിക്കും. ആളുടെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ തിരികെ കൊണ്ടുവരും. ഷിക്കമരു പറയും, ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. അപ്പൊ ആ വില്ലന്മാരെ ക്രിയേറ്റ് ചെയ്ത ആ ഡോറുകള് അതിപ്പോ പതിയെ പതിയെ താഴേക്ക് വീണ് തകരാൻ തുടങ്ങും. ടയുയെ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഒരു ഡോർ തകർത്തെന്ന് കരുതി നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങളെ നിങ്ങള് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ഷിനോ അവൻ സ്റ്റൈലായിട്ട് പറയും, ഞങ്ങൾ നിങ്ങളെയല്ല, നിങ്ങൾ ഞങ്ങളെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഷിക്കമരു പറയും, നിങ്ങളിപ്പോ വാർ 2-ലാണ്, നിങ്ങൾ ഓൾറെഡി മരണപ്പെട്ടവരാണ്. എന്നിട്ട് വീണ്ടും പഴയൊരു റിവെഞ്ചിന്റെ പേരിൽ നിങ്ങളിപ്പോ ആരുടെയോ ചൊൽപ്പടിക്കനുസരിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ സക്കോൺ പറയും, ലോർഡ് ഒറോച്ചിമാറു അദ്ദേഹം ഞങ്ങൾക്ക് ഒരു പ്രോമിസ് തന്നിരുന്നു, അതുകൊണ്ടാണ് റിയാനിമേഷനിൽ ഞങ്ങളിപ്പോ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഒറോച്ചിമാറു അവൻ കളക്ട് ചെയ്തിരുന്ന പ്രിസണേഴ്സിനെ അവരെ മുഴുവൻ പേരെയും ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കും. ആ ഫൈറ്റിന്റെ ഒടുവില് ബാക്കി വന്ന 4 പേര്, അവര് 4 പേരുമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ആ 4 വില്ലന്മാര്. അവരെ 4 പേരെ ഉപയോഗിച്ചാണ് തേർഡ് ഹോക്കാകെ ഒറോച്ചിമാറു സീൽ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞത്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് മറ്റൊരു സീൻ കാണിക്കും. ഒറോച്ചിമാറു ആളുടെ കൈ നഷ്ടപ്പെട്ട വേദനയില് നിലവിളിച്ച് കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ 4 പേര് ഇപ്പൊ ഒറോച്ചിമാറിന്റെ അടുത്തേക്ക് വരും. ഒറോച്ചിമാറു അവരോട് പറയും, എന്റെ കേഴ്സ് മാർക്ക് പവർ അത് നിങ്ങളുടെ കഴുത്തിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹിഡൻ ലീഫ് വില്ലേജ് എനിക്ക് നശിപ്പിക്കാനായില്ല, പക്ഷെ ചില കാര്യങ്ങളില് എനിക്ക് നിങ്ങളെ കൊണ്ട് വിജയം കണ്ടെത്താൻ കഴിഞ്ഞു. സോ അതിന് റിവാർഡായി നിങ്ങൾക്ക് എന്ത് വേണം
നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അതിനവര് പറയും ഞങ്ങൾക്കൊന്നും വേണ്ട, മറിച്ച് ഞങ്ങൾക്ക് പവർ ആവശ്യമാണ്. ഉടനെ ഒറോച്ചിമാറു ഇപ്പൊ കബൂട്ടോയോട് പറയും ഇവരുടെ 4 പേരുടെയും പവർ ഇൻക്രീസ് ചെയ്യണം. ഇവരുടെ മനസ്സിൽ വെറുപ്പ്, പക, വൈരാഗ്യം അതെത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇരട്ടിയായിട്ട് ഇവരുടെ പവറും അതും കൂടിയിരിക്കണം. അതും അങ്ങനെ മുകളിലേക്ക് കൂടിയിരിക്കണം. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കബൂട്ടോയെ ഉപയോഗിച്ച് അവരുടെ ബ്ലഡ് സാമ്പിള് അത് മുഴുവൻ കളക്ട് ചെയ്ത് ഒറോച്ചിമാർ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ പവർ അത് അന്ന് തന്നെ അവർക്ക് കൊടുത്തിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ വില്ലന്മാർ പറയും ഞങ്ങളുടെ മാസ്റ്റർ ഒറോച്ചിമാറു ആള് ഞങ്ങൾക്ക് തന്ന ആ ഒരു പ്രതികാര പവർ അത് തീർക്കേണ്ട സമയം അതിന്നാണെന്ന് പറഞ്ഞ് ആ വില്ലന്മാരെല്ലാവരും അവരുടെ ഫുൾ പവറിൽ നിലത്താഞ്ഞ് ചവിട്ടും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ കാണുക പർപ്പിൾ കളറില് അവരുടെ പവർ അതവർക്ക് ചുറ്റും ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റീആനിമേഷൻ ജിപ്സുവിലൂടെ റിവെഞ്ചിന് വേണ്ടി തിരികെ വന്ന ആ 4 പേര് അവരിപ്പോ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ലക്ഷ്യമിട്ട് അങ്ങനെ മുരച്ചു നിൽക്കും. ഷിക്കമരു പറയും ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി നമ്മുടെ ഓരോ മൂമെന്റ്സും അത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ അവനാണെങ്കിൽ ഓരോ സ്ഥലങ്ങളായിട്ട് നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് പോവാണ്. അതേസമയം ഇവിടെ ആ വില്ലന്മാര് അവര് വലിയ വലിയ പവറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ 4 പേരെയും ഇപ്പൊ അറിഞ്ഞം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നെജി ആണെങ്കിൽ അവന്റെ ജെന്റിൽ ഫീസ്റ്റ് പവർ അതുപയോഗിച്ച് ആ കിട്ടന്മാരും ഇടിക്കും. പക്ഷെ ഇപ്പൊ വില്ലൻ കിട്ടന്മാരോ അവനിപ്പോ നെജിയുമായിട്ട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. നെജിയുടെ ഓരോ പഞ്ചും അവൻ ഈസി ആയിട്ട് തട്ടിത്തെറിപ്പിച്ച് നെജിയെ ഇടിച്ചിടിച്ച് താഴേക്ക് കൊണ്ടുപോകും. അടുത്ത വില്ലൻ അവനിപ്പോ കിബയെയും അക്കമൊരു പട്ടിക്കുട്ടിയും അവർ 2 പേരെയും തല്ലി കൊല്ലുകയാണ്. വില്ലൻ പൊട്ടിച്ചിരിക്കും. ഈ ഒരു റിവെഞ്ച് പവർ കേഴ്സ്മാർ പവർ ഇതിന്റെ യഥാർത്ഥ വാല്യൂ നിങ്ങൾക്കറിയില്ല. ഇത് ഒറോച്ചിമാറുവിന്റെ സ്പെഷ്യൽ പവറാണ്, ഞങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയതാണ്. ഇതിന്റെ യഥാർത്ഥ ശക്തി അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും അവരാഞ്ഞിട്ടിക്കും. കട്ട് ചെയ്ത ഷിക്കമരു അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് ടൈവയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇത്തവണ അവളുടെ അടുത്ത് അവന്റെ ജിപ്സു അത് വർക്ക് ചെയ്യില്ല. അവളങ്ങനെ ഹായ് ആയിട്ട് അവന്റെ ഷാഡോ ജിപ്സുവിൽ ചവിട്ടി നിന്ന് ഫ്ലൂട്ട് വായിക്കാൻ തുടങ്ങും. എന്നിട്ടൊരു വലിയ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഷിക്കമരുവെ അട്ടിച്ച് താഴെയിടും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ 4 ആൾക്കാരും ഇപ്പൊ വീണ് കിടക്കുകയാണ്. ടൈവയാണെങ്കിൽ അവളുടെ കാല് വെച്ച് ഷിക്കമരുവിന്റെ തല അത് മണ്ണിൽ അമർത്തി പിടിക്കും. പക്ഷെ ഷിക്കമരു അവനിപ്പോ ചിരിച്ചോണ്ട് അവളെ നോക്കും. അവള് പറയും നിന്റെ ചിരിയൊക്കെ ഇപ്പൊ മാറും, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ 4 പേരെയും ഇവിടെ വെച്ച് കൊല്ലാം, പക്ഷെ അത്ര പെട്ടെന്ന് ഞാൻ നിങ്ങളെ കൊല്ലില്ല. ഷിക്കമരു പറയും നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊന്നു നോക്ക്. ഉടനെ ആ വില്ലത്തെ ഇപ്പൊ ആ ഡീമിനെ ഉപയോഗിച്ച് ഷിക്കമരുവിന്റെ തലയെ പിടിച്ച് അങ്ങനെ മുകളിലേക്ക് ഉയർത്തും. അപ്പൊ ഷിക്കമരു അവൻ ചോച്ചിയോട് പറയും നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടോ, കുട്ടപ്പനെ കൊണ്ട് ഈവിൾ സ്പിരിറ്റ് അതിനെ സെൻസ് ചെയ്യാൻ കഴിയും. ഈ കാര്യം എന്റെ പപ്പ ഷിക്കാഗോ നമ്മളോട് പറഞ്ഞിട്ടില്ലേ. സോ ഉറപ്പായിട്ടും കുട്ടപ്പൻ അവനെ ഈവിൾ സ്പിരിറ്റിനെ കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ ഇവിടേക്ക് വരും. ഷിക്കമരു അടിച്ചു പറയും ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വേണ്ടി കുട്ടപ്പൻ അവനിവിടേക്ക് എത്തിയിരിക്കും. അപ്പൊ അതേ സമയത്ത് ക്ലിക് ക്ലിക് എന്നൊരു സൗണ്ട് കേൾക്കും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ആ ഒരു വലിയ സീലിംഗ് അതിന്റെ ഔട്ട്സൈഡ് കാണിക്കും. നമ്മുടെ കുട്ടപ്പൻ അവൻ കറക്റ്റ് ആയിട്ട് ആ സീലിംഗ് ജിപ്സ് കണ്ടുപിടിച്ചു. കുട്ടപ്പൻ അവന്റെ 9 ടൈൽ പവർ അതുപയോഗിച്ചുകൊണ്ട് അത് തല്ലി തകർക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ കുട്ടപ്പൻ അവൻ റസൻ ഗൺ ഷൂരിംഗ് ക്രിയേറ്റ് ചെയ്ത് ആ വലിയൊരു സീലിംഗ് അത് തകർക്കാൻ റെഡി ആയിട്ട് നിൽക്കും. അതേസമയം ഇവിടെ ഷിക്കമരു അവൻ വില്ലന്മാരോട് പറയും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഷിനോ, ഈനോ, നറൂട്ടോ, കുട്ടപ്പൻ അവര് 3 പേരും ചേർന്നാണ് ഇപ്പൊ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അത് കേട്ട് വില്ലൻ അവനിപ്പോ അമ്പെടുത്ത് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അതേസമയം ഈനോച്ചി അവൻ കറക്റ്റ് ആയിട്ട്
ഷിക്കമരു കണക്ട് ചെയ്യും. ആ ഒരു കണക്ഷൻ എനേബിൾ ആയി അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ ആൾക്കാരുടെ സോളുകള് അത് പുറത്തേക്ക് പോവും. കുട്ടപ്പനാണെങ്കിൽ ആ സീലിംഗ് തകർത്ത് താഴേക്കും വരും. വില്ലന്മാർ എന്തെങ്കിലും ചെയ്യും മുമ്പേ കുട്ടപ്പൻ അവൻ വീണ്ടും ഇപ്പൊ റെസനന്റ് പവർ ക്രിയേറ്റ് ചെയ്ത് ആ 4 വില്ലന്മാരെയും ഇപ്പൊ അടിച്ച് നിരപ്പാക്കും. കട്ട് ചെയ്ത കബൂട്ടോടെ മുൻപിലുള്ള ആ 4 കല്ലുകള് അതിപ്പോ പതിയെ അവിടുന്ന് ഇൻവിസിബിൾ ആവും. അതേസമയം ഇവിടെ ചോച്ചി, നെജി, ഷിക്കമരു, കിബ അവരെല്ലാവരും തിരികെ അവരുടെ ബോഡിയിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാരെല്ലാവരും സേഫായി തിരികെ എത്തി. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.